കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ഫോർട്ട് കൊച്ചി. എല്ലാ തീരത്തെയും പോലെ തന്നെ ഈ കടൽ തീരത്തും ഇഷ്ടമുള്ള പാട്ട് കേട്ട് വിദൂരത്തേക്ക് കണ്ണും നട്ടിരുന്ന തിരകളെന്നാൽ ഒരു പ്രത്യേക അനുഭൂതി. ഇപ്പറഞ്ഞ അനുഭൂതിയൊക്കെ ഫോർട്ട് കൊച്ചിയിൽ ഒരു പരിധിവരെ സാധ്യമാവുകയുള്ളൂ. അതിന് കാരണം മറ്റൊന്നുമല്ല, ഈ തീരത്ത് അടിഞ്ഞുകൂടി കിടക്കുന്ന മാലിന്യ കൂമ്പാരമാണ്. അതിൽ നിന്ന് പുറത്തു വരുന്ന ദുർഗന്ധമോ അസഹനീയം, തുടർന്നുള്ള കൊതുക് ശല്യമോ പറയുകയേ വേണ്ട. ഇവിടെ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ നല്ല ടൂറിസ്റ്റുകളൊക്കെ ശരിക്കും വരാവുന്നതാണ്, നന്നായിട്ട് വരേണ്ട ഒരു സ്ഥലമാണ്. ഇപ്പോൾ കുറച്ച് ബിസിനസ്സുകൾ മാത്രമേ നടക്കുന്നുള്ളൂ, അല്ല നല്ല രീതിയിൽ ഇടുന്നില്ല. കൃത്യം ഒരു വർഷം മുന്നേ ഒരു സംഭവമുണ്ടായി. കേരളീയർക്കൊട്ടാകെ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവം. വിദേശ പൗരന്മാർ ഫോർട്ട് കൊച്ചിയിലെത്തി ഈ ബീച്ച് മുഴുവൻ വൃത്തിയാക്കി. എന്നിട്ടും ഇവിടെയുള്ളവരാരും പഠിച്ചില്ല. Because the families come here to enjoy the weekend, but they can't enjoy the sand because it's so dirty. Yeah. But the country is absolutely beautiful other than that. Do something about it really, because it would make such an improvement really, because it is a bit of an eyesore. ഫോർട്ട് കൊച്ചിയിലെ മാലിന്യ കൂമ്പാരത്തിൽ പ്രധാനമായും കാണുന്ന ഒന്നാണ് മീൻ സൂക്ഷിച്ചു വെക്കുന്ന ഈ പെട്ടികൾ. മറ്റ് പ്രദേശത്തു നിന്നും മീനുകൾ കൊച്ചിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ പെട്ടിക്ക് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ പിന്നീട് അത് കടലിൽ തള്ളുകയാണ് പതിവ്. ഇത് മട്ടാഞ്ചേരിയിൽ നിന്നാണ് ഇതിന്റെ ഉദയം. ഈ ദൃശ്യങ്ങൾ അത് വ്യക്തമാക്കി തരും. ഹരിതകർമ്മസേന, കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിലുള്ള സംഘം, മറ്റ് സന്നദ്ധ സംഘടനകൾ തുടങ്ങി നിരവധി ആളുകൾ എല്ലാ അവധി ദിനങ്ങളിലും ഈ തീരത്തുള്ള മാലിന്യം ശേഖരിക്കുന്നുണ്ട്. പക്ഷേ ശേഖരിച്ച മാലിന്യം കൃത്യമായി സംസ്കരിക്കാൻ ആളില്ല എന്നത് എടുത്തു പറയേണ്ട ഒന്നാണ്. Government should clean the beach. It is a nice touristy place. It has a lot of history to India and it is extremely unclean. We were very disappointed as tourists to come here and look at this beach. ലോകരാജ്യങ്ങൾക്കിടയിൽ വാഴ്ത്തപ്പെടുന്ന ഒന്നാണ് കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖല. പക്ഷേ അതിന് വിനയാണ് ഈ മാലിന്യങ്ങൾ. മാലിന്യ ശേഖരണവും സംസ്കരണവും എല്ലാവരുടെയും കൂട്ടുത്തരവാദിത്തമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ക്യാമറമാൻ അനീഷ് തോട്ടക്കാടിനൊപ്പം സ്നേഹ മോൾ നൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.